എല്ലാവർക്കും നമസ്കാരം. ഞാനിത് സാറിനെ അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യമായി സാറിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണമിക്കുന്നു. സിദ്ദിഖ് ബാക്കി സാറിൻ്റെ കവിതയെപ്പറ്റി പറയും. ഞാൻ സാറിനെ ആദ്യമായി കാണുകയല്ല കേൾക്കുന്നത് മാണിക്യ വീണ എഴുതിയ കവിതേ പോണു എന്നാണ്. അന്ന് സാറിനെ എനിക്കറിയില്ല. അത് ബാലമുരളിയാണ്, ഒയനി അല്ല. ഒയനി എന്ന പേരിലല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ബാലമുരളി എന്നാണ്. അപ്പോൾ ബാലമുരളിയായിട്ടാണ് ഒയനി സാർ എൻ്റെ മുന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ഞാൻ BA-ക്ക് എൻ്റെ കൂട്ടുകാരിയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് BA-ക്ക് പഠിക്കുമ്പോൾ ഈ സാറിനെ പറ്റിയുള്ള ഓർമ്മകളെന്ന് പറയുന്നത് ധാരാളമാണ്. വളരെ ഗൗരവക്കാരനായ ഒരു അധ്യാപകൻ. ഞങ്ങൾ ക്ലാസ് റൂം 28 റൂം നമ്പർ 28 യൂണിവേഴ്സിറ്റി കോളേജിൽ 2 വാതിലുകളുണ്ട്. ഒന്ന് ഫ്രണ്ട് വാതിലും ബാക്കിലും. സാറ് ക്ലാസ് തുടങ്ങിയാൽ കൃത്യം ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലെത്തിയിരിക്കും. സെക്കൻഡ് ബെല്ലടിച്ചാലേ ക്ലാസ്സിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ താമസിച്ച് വരുന്ന കുട്ടികൾ ഫ്രണ്ട് ഗേറ്റിൽ കൂടി വാതിൽ കൂടി വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ സാർ കവിത എഴുതുന്നത് പോലെയുള്ള ഒരു ആത്മീയ നിർവൃതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ആത്മീയ നിർവൃതി. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ യഥാർത്ഥത്തിൽ കവിതകളായിരുന്നുവെന്ന് രാജശേഖരനും അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? രാജശേഖരൻ മാഷ് പഠിച്ചിട്ട് സാറിൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ? അല്ല അല്ല, ഉണ്ടായിരുന്നല്ലോ. അപ്പം ശരിക്കും ഒരു കവിത എങ്ങനെയാണ് ക്ലാസ്സായി മാറുന്നത്, അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെ കവിതയായി മാറുന്നു? സാറിന് അതുകൊണ്ട് ആരും ശല്യപ്പെടുത്തുന്ന സാറിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ബാക്ക് വാതിൽ കൂടി വരണം. ഞങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ കുറേ കുഗ്രാമത്തിൽ നിന്ന് വരുന്നവരാണ്. ചിലപ്പോൾ ബസ്സൊന്നും കിട്ടൂല. അതിലെ പതുക്കെ വന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊരു അധ്യാപകൻ്റെ ആത്മനിർവൃതിയുടെ ഭാഗമായിട്ട് ഒരു കവിയുടെ ആത്മനിർവൃതി എങ്ങനെയാണ് ക്ലാസ്സായി മാറുന്നത്? ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് ഉണ്ണുനീലി സന്ദേശവും സാഹിത്യമഞ്ചരിയാണ്. അതിലെനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഉണ്ണുനീലി സന്ദേശം അന്ന് ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ള സംസ്കൃതം മുഴുവനുമാണ്. അപ്പോൾ അതിനകത്തൊരു ശ്ലോകം, തേന്മാവിന്മേൽ ഭരഭൃത ഭൃംഗം, അതായത് തേന്മാവിലിങ്ങനെ കുയിലുകളിങ്ങനെ കൂവി ബഹളം വയ്ക്കുന്നു. പൂത്തു നിൽക്കുന്ന തേന്മാവ്, അതുപോലെ പൂത്തു നിൽക്കുന്ന പ്ലാശുമരം, പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരം, പൂത്തു നിൽക്കുന്ന മുരിക്ക്, അതായത് പൂക്കളെ കൊണ്ട് നിറഞ്ഞ താമര പൊയ്ക. ഇങ്ങനെയാണ് കവിത. അപ്പം നമുക്ക് അന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം, വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ലങ്കയെ വാൽമീകി വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട്. പൂത്തു നിൽക്കുന്ന മരങ്ങൾ, നിറയെ പൂത്തു നിൽക്കുന്ന മരങ്ങളാണ്. അതിനകത്ത് ഹനുമാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ചാടുന്നല്ലോ, ചെറിയ രൂപത്തിലാണ് ചാടുന്നത്. ഒരു മരത്തിന്മേൽ ചാടുമ്പോൾ ആ മരത്തിൽ നിൽക്കുന്ന പൂവ് ഹനുമാന്റെ ദേഹത്ത് വീഴുന്നു. എന്നിട്ട് വേറൊരു മരത്തിലേക്ക് ചാടുന്നു. അങ്ങനെ ചാടുമ്പോൾ ആ മരത്തിലെ പൂവും പല നിറങ്ങളിലുള്ള പൂക്കളാണ്, മരങ്ങളാണ്. അപ്പോഴത്തേക്ക് മരങ്ങൾ തമ്മിൽ പൂമാല എറിഞ്ഞ് കളിക്കുന്നത് പോലെ എന്നാണ്. ഞാൻ പിന്നീട് സുന്ദരകാന്ഡം, കണ്ണശരാമായണ സുന്ദരകാന്ഡം പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എത്ര മനോഹരമാണ് വാൽമീകിയുടെ വർണ്ണന. ഉണ്ണുനീലി സന്ദേശത്തെ നമ്മൾ വെറും മോശപ്പെട്ട ഒരു കൃതിയായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്, അതിൻ്റെ പ്രമേയത്തെ ആസ്പദമാക്കി. പക്ഷെ സാറ് പഠിപ്പിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും പഠിപ്പിക്കുമ്പോഴാണ് ഇത്രയും മനോഹരമായി പ്രകൃതിയെ പകർന്നു വച്ച ഒരു കൃതി അക്കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. പ്രകൃതിയെ പകർന്നു വച്ചിരിക്കുകയാണ് എല്ലാം. അതിനകത്ത് പുഴകളാകട്ടെ, തോടുകളാകട്ടെ, മയിലാകട്ടെ, ഒരു യാത്രാവിവരണ ഗ്രന്ഥം കൂടിയാണ് അതെന്ന് സാറന്ന് ഓർമ്മിപ്പിച്ചു. ഇതൊരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. എങ്ങനെയുള്ള യാത്രാവിവരണം? അതിമനോഹരമായി എഴുതപ്പെട്ട ഒരു വർണ്ണാഭമായിട്ടുള്ള യാത്രാവിവരണ ഗ്രന്ഥമാണ് ഈ കൃതി എന്ന് സാർ. പിന്നെ സാർ പഠിപ്പിച്ചത് നാഗിലയാണ്, സാഹിത്യമഞ്ജരി 5ാം ഭാഗത്തിലെ നാഗില. 3 മാസം സാറാ ക്ലാസ് എടുത്തു. 3 മാസം. സാർ പറയാത്തൊരു കാര്യമില്ല. ഇപ്പോൾ വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ഷേക്സ്പിയർ, ഷെല്ലി, കീറ്റ്സ്, ബ്രൈഡൻ. എൻ്റെ ഒരു 200 പേജ് നോട്ട്ബുക്ക്, ലെക്ചർ നോട്ട്, അത് മതിയാവാതെ വന്നു. അപ്പോൾ ഈ അന്നത്തെ അധ്യാപകരെ ഞങ്ങളൊരു ഭാഗ്യം ചെയ്ത തലമുറയാണ് അല്ലേ? തിരുനെല്ലൂർ സാറ്, N. കൃഷ്ണപിള്ള സാറ്, KM ഡാനിയൽ സാറ്,
സുലോനി ടീച്ചർ, നമ്മുടെ ടീച്ചർ, പിന്നെ നബീസ ടീച്ചർ വരുന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത തലമുറയ്ക്ക് തിരുനെല്ലൂർ സാറിൻ്റെ ക്ലാസ്സൊക്കെ വേറൊരു തലമാണ്. ഒയിനി സാറിൻ്റെ ക്ലാസ് കവിതയാകുമ്പോൾ തിരുനെല്ലൂർ സാറിൻ്റെ ക്ലാസ് നമ്മളിൽ ഉള്ളിൽ ബുദ്ധിയും മറ്റ് ചൈതന്യവും ഇറക്കി വിടുന്ന ഒന്നാണ്. ഒരാളെ പറ്റി നമുക്ക് തിരുനെല്ലൂർ സാറിനെ പറ്റി ഞാൻ പല സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു കവി ആണ്. എല്ലാവരും സ്നേഹമുള്ളവരാണ്, പക്ഷേ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് അകന്നു നിന്നാണ് നമ്മൾ അവരെ കണ്ടത്. ഒരിക്കലും ഇപ്പോഴത്തെ അധ്യാപകരെ പോലെ കുട്ടികളുമായിട്ട് ഇഴുകിച്ചേർന്ന് ഉള്ള ഒരു പ്രകൃതം അന്നത്തെ അധ്യാപകർക്കില്ലേ ഇല്ല. ഉറക്ക പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണപിള്ള സാറ് ഉറക്ക പൊട്ടിച്ചിരിക്കും. ചിരിക്കാത്ത ഒയിൻവി സാർ അധികം ചിരിക്കില്ല. പലപ്പോഴും നേർത്ത ചിരി ചുണ്ടിലൂടെ വഴുതി വീഴുന്ന തിരുനെല്ലൂർ സാർ. അപ്പം അത്തരത്തിൽ ക്ലാസ്സുകളെ ഈ കാവ്യമയമാക്കിയ ഒയിൻവി സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ട്. സാർ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഞാനന്ന് സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട്, ഈ കുട്ടി എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാ ചോദിക്കും. കുട്ടി എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടും പുറത്ത് എന്നെ അച്ഛൻ അടിക്കാൻ ഓടിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഒന്ന് മരങ്ങളിൽ കയറുന്നത്, മാവേൽ കല്ലെറിയുന്നത്, ഇങ്ങനെ ബസ്സിന് വേണ്ടി ഓടുന്നത്, അങ്ങനെയുള്ള ഒരു ഇതാണ് അത്. പിന്നെ ഒന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഈ കുട്ടി നൃത്തം പഠിച്ചിട്ടുണ്ടോ? 2 കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പം നമ്മെ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ സ്നേഹമസൃണമായിട്ടുള്ള ഒരു രക്ഷകർത്താവിൻ്റെ ഭാവവും ബോധവും എന്നും ഒയിനി സാറിനുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് എൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം പഠിച്ച പിന്നെ ആളായിരുന്നു എൻ്റെ ഭർത്താവായി വന്നത്. അപ്പോൾ അദ്ദേഹം സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഞങ്ങളെപ്പോഴും സാറിൻ്റെ വീട്ടിൽ പോകും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. മാത്രമല്ല സാറിൻ്റെ വീട്ടിനകത്തേക്ക് പ്രവേശനം വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ബാക്കി എല്ലാവരും അല്ലാതെ ആ സ്ഥലത്തിരുന്ന് സംസാരിക്കണം. അങ്ങനെ വീട്ടിനകത്തേക്ക് പ്രവേശനം കിട്ടിയ 2 പേരാണ് ഞങ്ങൾ. എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അന്ന് ഞങ്ങളോട് തമാശ. അപ്പോഴാണ് സാർ ചിരിക്കുന്നത്. ക്ലാസ്സിൽ ചിരിക്കാറില്ല. ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ പറഞ്ഞ്, ഒരു ദമയന്തിയുടെ പറഞ്ഞതുപോലെ ഹംസ ദമയന്തി ചിത്രം കണ്ടിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പോലും ഈ കോഴി നന്നായിരിക്കുന്നല്ലോ എന്നാണ്. മനസ്സിലായില്ലേ? ഹംസ ദമയന്തി ചിത്രങ്ങൾ അതവിടെ ഇരിപ്പുണ്ട്. അത് കണ്ടിട്ട് അങ്ങനെ ആ വിദ്യാഭ്യാസം, ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക സാറിൻ്റെ ഉള്ളിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്. ഒരിക്കലും അദ്ദേഹം അത് പരസ്യമായി പറയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ഒരിക്കലും ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു അധ്യാപകനും അവരുടെ രാഷ്ട്രീയം ഒരിക്കലും ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടേയില്ല. അതാണ് അവരുടെ സവിശേഷത. കാരണം അവരുടെ ജോലി എന്താണ്? കുട്ടികളെ എങ്ങനെയാണ് നല്ല മനസ്സുള്ളവരാക്കി തീർക്കുക, ആക്കി തീർക്കുക, മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. എല്ലാവർക്കും ഈ ക്ലാസ്സിൻ്റെ പോർഷൻ തീർക്കണമെന്നൊന്നുമില്ല. പോർഷൻ തീർക്കണമെന്ന് അവരുടെ പ്രശ്നമേ അല്ല. മനസ്സിലായില്ലേ? പോർഷൻ എന്ന് പറയുന്നതല്ല, കുട്ടികൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഉന്നതമായ ചിന്തകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നത് നമ്മൾ അധ്യാപകരായപ്പോഴാണ് അത് നമുക്ക് ചില പാഠങ്ങളായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ, പോർഷൻ തീർന്നു കഴിഞ്ഞാൽ തീർന്നു, ഓക്കെ, എല്ലാമായി. അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഇല്ല. അതാണ്, ഞാൻ പോർഷൻ തീർത്തു, റെഡി. അതല്ല. യഥാർത്ഥത്തിൽ ഈ അധ്യാപകരെ കണ്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സിലബസ് തീർക്കലല്ല ഒരു അധ്യാപകൻ്റെ കടമ. മറിച്ച് ഈ പറഞ്ഞതുപോലെ സിലബസിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് വേറെ വേറെ സിലബസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുത്തൻ സിലബസുകളിലേക്ക്, പുത്തൻ ചിന്തകളിലേക്ക്, പുത്തൻ അറിവുകളിലേക്ക് ഈ കുട്ടികളെ എങ്ങനെ നയിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ അതീവ ഭാഗ്യം, അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, പിൽക്കാലങ്ങളിൽ ഞാൻ പഠിപ്പിച്ച എല്ലാ കോളേജുകളിലും തലശ്ശേരി, മൊകേരി, കൊയിലാണ്ടി, കോഴിക്കോട് ആർട്സ്, അവിടേക്കുള്ള പല അധ്യാപകർ, ഞാൻ എല്ലാവരും പറയുന്നില്ല, അവരെല്ലാം കുട്ടികളെ കാണുന്നത് രാഷ്ട്രീയ വീക്ഷണത്തിൽ കൂടെയാണ്. അവരേത് പാർട്ടിയാണോ
ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന കുട്ടികളെ അതീവ സ്നേഹിക്കുകയും അല്ലാത്തവരെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കാണുമ്പോഴാണ് ഞാൻ ഒ.എൻ.വി. സാറിൻ്റെ മഹത്വം, തിരുനെല്ലൂർ സാറിൻ്റെ മഹത്വം, എൻ കൃഷ്ണപിള്ള സാറിൻ്റെ മഹത്വം, ഡാനിയൽ സാറിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. അവരാരും ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നൊരിക്കലും അന്വേഷിച്ചിട്ടേയില്ല. അങ്ങനെ അന്വേഷിക്കാതിരിക്കുന്ന ഒരു അധ്യാപകനെ ഇപ്പോൾ കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് എന്ത് ആവശ്യമാണ്? അവർക്ക് രാഷ്ട്രീയ ആവശ്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. എന്താണ് രാഷ്ട്രീയം? പഴയ കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോഴുണ്ടായിരുന്നു രാഷ്ട്രീയം. അവിടെ എന്തിനാണ് എന്നറിയാം. എന്തിനാണ് നീ സമരം ചെയ്യുന്നത് എന്ന് ഞാൻ പലപ്പോഴും പല കുട്ടികൾക്കും ചോദിച്ചിട്ടുണ്ട്. അവനറിഞ്ഞുകൂടാ, ആരോ പറഞ്ഞു ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അറിയപ്പെടാതെ ഒരു സമൂഹത്തെ, ഈ പറഞ്ഞതുപോലെ തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, വിശേഷം ഈ കോളേജ് അധ്യാപകർ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രധാനപ്പെട്ട, കാരണം നമ്മുടെ കുട്ടികൾ ഒരു ടീനേജിലോട്ട് പോകുന്ന പ്രായമാണ്. അത് ശരിക്കും ടീനേജാണ്. അവരുടെ വളർച്ചയെ സഹായിക്കാൻ ഇങ്ങനെയുള്ള അധ്യാപകർ ഇനി എന്നാണ് വരുന്നത്? ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. എങ്ങാണ് ഇനി അവർ വരുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, മറ്റ് കാര്യങ്ങൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി, കിട്ടും. ഇഷ്ടം പോലെ കാര്യങ്ങൾ. അതിനകത്തുള്ള കാര്യങ്ങൾ പെറുക്കി പറയാനൊന്നും നമുക്കൊരു പ്രയാസവുമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ, ഒരു അധ്യാപകൻ്റെ ഉള്ളിൽ വരുന്ന അവരുടെ, സാറിപ്പോൾ പറഞ്ഞ ആത്മീയതയിൽ, അവരുടെ ആത്മാവിൻ്റെ നൊമ്പരങ്ങളോ സന്തോഷങ്ങളോ സുഖങ്ങളോ ദുഃഖങ്ങളോ ഈ അതുപോലെ ആവിഷ്കരിക്കുന്ന കവിതകൾ എഴുതാനോ അല്ലെങ്കിൽ ആ ലോകത്തേക്ക് സഞ്ചരിക്കാനോ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന അധ്യാപകർക്ക് മാതൃകയാവേണ്ട ഒരു വ്യക്തികളിൽ ഒരാളാണ്. അത് മഹാനാണ്, മഹത്വമാണ്. കാരണം മഹത്വം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മഹാന്മാരുടെ കഥ പഠിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ നമ്മൾ ഇരിക്കുകയും അവരോട് സംവദിക്കുകയും അവരെപ്പറ്റി അറിയുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് മഹത്വം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മഹത്വം ചിലപ്പോൾ ചിരിക്കാത്തതായിരിക്കാം, ആ മഹത്വം ചിലപ്പോൾ പൊട്ടി ചിരിക്കുന്നതാകാം, ആ മഹത്വം എന്ന് പറയുന്നത് നേരിയ പുഞ്ചിരിയാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുത്തവരാണ് ഈ ഒ.എൻ.വി. സാർ ഉൾപ്പെടുന്ന, ഒ.എൻ.വി. സാർ പ്രത്യേകിച്ചും സാറിൻ്റെ പറഞ്ഞതുപോലെ വരവ്, സാറ് വരുന്നത്, സാറ് ഇരിക്കുന്നത്, സാറ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. സാറിനോട് ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അതേസമയം തിരുനെല്ലൂർ സാറിനോട് ഏത് ചോദ്യം സാർ അതിലേക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് തരും. സാർ അങ്ങനെയല്ല. കാരണം അതാണ് കാരണം. സാറ് ഈ പറഞ്ഞതുപോലെ ക്ലാസ് എടുക്കുന്നത് കവിത എഴുതുന്നത് പോലെയാണ്. ഒരു കവിത എഴുതുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കവിതയുടെ ഒഴുക്ക് നഷ്ടപ്പെടുത്തില്ലേ? അപ്പോൾ അതുപോലെ സാറിൻ്റെ ക്ലാസ്സിൽ ചോദ്യങ്ങൾ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ചോദ്യങ്ങൾ പിന്നെ ചോദിക്കാം, ക്ലാസ്സിൽ ചോദിക്കാൻ പാടില്ല. പിന്നീട് നമുക്ക് സാറിനെ കാണുമ്പോൾ എങ്ങനെയാണല്ലോ അങ്ങനെ ചോദിക്കാം. അപ്പോൾ സാറ് വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അത്തരത്തിൽ സാറ് ചോദ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളല്ല, ചോദ്യങ്ങളെ ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, കാരണം കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്ന അല്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് ചിരിയിലല്ല, ഒരു നോട്ടത്തിലല്ല, അല്ലാതെ മനസ്സ് നിറയെ സ്നേഹം നിറച്ചു വച്ച ഒരു ഒരു തേന് ഉള്ള മധുരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല ഇതിനിടയ്ക്ക് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം, അവസാനമൊക്കെ ആയപ്പോൾ എൻ്റെ ഭർത്താവ് മോഹൻ സാറിൻ്റെ അധികം പോവാറില്ല വീട്ടിൽ. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോഹൻ എന്നെ മറന്നുപോകും. അങ്ങനെയാണ് ചോദിച്ചത്, മോഹൻ എന്നെ മറന്നുപോകും. ആ ചോദ്യത്തോടുകൂടി ഞാനിവിടെ നിർത്തുന്നു. കാരണം എന്നെന്നും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൻ്റെ തീവ്രമായ ഒരു ഓർമ്മയായ മോഹനും സാറും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം.